സെലക്ഷൻ നമ്മൾ എടുത്തു പറയണം. പിന്നെ മൂന്ന് ഈ അടി മസിൽ ആ ലെവലിൽ മാറിയിട്ടുള്ള ടോട്ടലി ഒരു അത് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഒന്നും കിട്ടില്ല. പക്ഷേ അല്ലാതെ വരുന്ന ഒരു ഫാമിലി മൂവി പ്രതീക്ഷിച്ച് വരുന്നവർക്ക് കിട്ടും. അടിപൊളി മൂവിയാണ്, നല്ല സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, ഈ മക്കളില്ലാത്തവരുടെ അത് അറിഞ്ഞ് പെരുമാറുന്ന നല്ല അത് അറിഞ്ഞിട്ട് എടുത്തൊരു സ്റ്റോറി എന്ന് തന്നെ പറയാം. IVF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്റ്റോറിയാണ് എല്ലാം കൊണ്ടും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മളെ ഇതിലുള്ള ഡോക്ടർ പേഷ്യൻ്റ് തമ്മിലുള്ള ആ ഒരു സീക്വൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്ത സിനിമ കണ്ടു. എനിക്കറിയായിരുന്നു വിനയുടെ ഒരു ബേസിക് നേച്ചറും നമ്മളോട് കഥ പറഞ്ഞപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു അൾട്ടിമേറ്റ്ലി ഒരു വിനയ് ഗോവിന്ദ് സിനിമയാണ്. വിനയ് ഗോവിന്ദിന് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസും വളരെ ക്ലീനായിട്ട് കഥ പറയാനൊക്കെ എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എനിക്കും പേഴ്സണലി സിനിമ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഭയങ്കര ക്ലീനായിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന, നമ്മൾ ഭയങ്കര ടെൻഷനൊന്നും അടിക്കാതെ ഉള്ള ഒരു ഫീൽ ഗുഡ് സിനിമ. മാക്സിമം ഫാമിലീസ് ആണ് തോന്നുന്നത്, ഒരുപാട് പേര്. ബിക്കോസ് ഒരുപാട് റിലേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അച്ഛനും മോനും ആണെങ്കിലും അങ്ങനെ പല കഥകൾ, പല ആൾക്കാർ അവരുടെ ലൈഫ്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിനക്ക് എന്താ തോന്നിയ? സൂപ്പറാണോ? ഇത് കഴിഞ്ഞ ഇറങ്ങിയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കുറച്ച് മെഡിക്കൽ ടേംസ് ഒക്കെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ പറ്റി IVF-നെ കുറിച്ചിട്ട്. അതൊക്കെ എങ്ങനെയാണ് ശരിക്കും? അത് ആക്ച്വലി വിനയ് അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈറ്റേഴ്സും മാക്സിമം റിസർച്ച് ആസും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്നാലും ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ എക്യുപ്മെൻറ്റ്, IVF-ന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഒരു AD, ഒരു IVF ഒക്കെ ഗോ ത്രൂ ചെയ്ത ഒരു AD ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ എടുക്കുന്നത് നമ്മളിപ്പോൾ എൻ്റെയൊക്കെ സീൻസിലൊക്കെ ആ റെഫറൻസസ് എടുത്ത് ആ എക്യുപ്മെൻ്റ് ഒക്കെ നോക്കിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തോ മാർക്കോയ്ക്ക് ശേഷം ഇറങ്ങിയൊരു ഫാമിലി ബേസ്ഡ് മൂവിയാണല്ലോ, പിന്നെ അങ്ങനെയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വർക്കായി ശരിക്കും സിനിമ കണ്ടിട്ട്. എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ വന്ന് ഇപ്പം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് നമുക്കിങ്ങനെ നമ്മുടെ എന്താ ബോയ് നെക്സ്റ്റ് ഡോറിലുള്ള ഒരു. അപ്പം സോ ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖിലയാണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സ്, ചേട്ടൻ, ചേട്ടൻ, ചേച്ചി എല്ലാവരും നന്നായി